വിഴിഞ്ഞം തുറമുഖം ഒന്നാം കാര്യം ഞാനാ കൊണ്ടുവന്ന അവരല്ല. ഉമ്മൻചാണ്ടിയുടെ ഭരണസമയത്ത് ഞാനൊരു എയർലൈൻ ക്യൂവിൽ നിൽക്കുമ്പോൾ ആ സമയത്ത് ടെൻഡർ ഇറക്കി, ആരും ബിഡ് ചെയ്തില്ല. രണ്ടാമത്തെ ടെൻഡർ ഇറക്കി അതിനെ നീട്ടി വെച്ചിട്ട് ഉമ്മൻചാണ്ടി എന്നോട് പറഞ്ഞു, നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ രക്ഷിക്കണം, ഇത് ജനങ്ങളുടെ ഒരു സ്വപ്ന പദവിയാണ്. 1992 എം വി രാഘവൻ മന്ത്രിയായിരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ഇതുവരെ നടന്നിട്ടില്ല, നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനൊരു എയർലൈൻ ക്യൂവിൽ നിൽക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്നു ശ്രീ ഗൗതം അഡാനി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഹലോ പറഞ്ഞു. അദ്ദേഹം എന്നെ ടെലിവിഷനിൽ മറ്റേ കണ്ടിട്ട് റെക്കഗ്നൈസ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു എന്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ വിഴിഞ്ഞം തുറമുഖത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ, നിങ്ങൾ കമ്പനി ബിഡ് ചെയ്തില്ലല്ലോ, അപ്പോൾ എന്തുകൊണ്ടാണ് ബിഡ് ചെയ്യേണ്ടത് ചോദിച്ചു. ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ പ്ലെയിനിൽ കയറിയിട്ട് ഇരുന്ന് സംസാരിച്ചു. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുത്ത ശേഷം അദ്ദേഹം പറഞ്ഞു, ഈ ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഉടനെ എൻ്റെ കമ്പനിയെ വിളിച്ചിട്ട് അവരോട് ടെൻഡർ ഡോക്യുമെൻ്റ് എടുക്കാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ ബിഡ് ചെയ്യുന്നത്, ഇത് ആരംഭിക്കണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ എല്ലാ ഈ കോൺസെപ്റ്റിനെ പൂർത്തിയാക്കൽ, കേന്ദ്രത്തിൽ നിന്ന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് കൊണ്ടുവരുന്നത് എല്ലാറ്റിലും ഞാൻ മുൻകൈ എടുത്തതായിരുന്നു. ഇതിൽ BJPയുടെ ഒരു കാരണം ഉണ്ടായിരുന്നില്ല. അവസാനത്തിൽ അവർ ഭരണത്തിൽ വന്നപ്പോൾ ഓഫ്കോഴ്സ് ചില തീരുമാനങ്ങൾ വയബിലിറ്റി ഗ്യാപ്പിനെ കുറിച്ച് മാത്രമായിട്ട് അവർക്ക് എടുക്കാനുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയെല്ലാം ഇതൊരു സംസ്ഥാന തുറമുഖമാണ്, ഒരു കേന്ദ്ര തുറമുഖമല്ല. എൻ്റെ അഭിപ്രായത്തിൽ കേന്ദ്ര തുറമുഖമാവണം, കാരണം ഇത് ഭാരതത്തിൻ്റെ ദേശീയ താല്പര്യത്തിലൊരു തുറമുഖമാണ്. പക്ഷേ ഇവരിതിനെ സംസ്ഥാനത്ത് കഴുത്തിൽ കൊണ്ട് കെട്ടിയിട്ട് നിങ്ങളാണ് ഭൂമിയുടെ ഉടമസ്ഥന്മാർ, നിങ്ങൾ ചെയ്തോളൂ. അപ്പോൾ ഇതൊരു ലാൻഡ് ലോഡ് ടെനൻറ്റ് മോഡലാണ് പറയുക. അതിൻ്റെ അർത്ഥം കേരള സർക്കാരാണ് ലാൻഡ് ലോഡ്, അഡാനി പോർട്സ് ഒരു വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ് ഈ ഭൂമി 40 വർഷത്തിന്. ഈ 40 വർഷക്കാലം അവർക്ക് ഇതിനെ നടത്തണം, പ്രോഫിറ്റ്സിൻ്റെ വലിയൊരു ഭാഗം അവർക്ക് വെക്കാൻ സാധിക്കും. 40 വർഷം കഴിഞ്ഞ് വീണ്ടും ഇത് കേരള സർക്കാരിൻ്റെ തുറമുഖമാകും. പക്ഷേ രണ്ടിലും കേന്ദ്രമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം BJP അവിടെ നടത്തുന്ന ക്യാമ്പയിൻ ഇപ്പം പറയുമ്പോൾ ശശി തരൂരിൻ്റെ ഒരു ബെൽറ്റ് എന്ന് തിരുവനന്തപുരത്ത് നിന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അത് കോസ്റ്റൽ ബെൽറ്റ്, അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പല പ്രധാനപ്പെട്ട സ്ഥലമാണ്. അത് തന്നെ ഫോക്കസ് ചെയ്യാണ് BJP കാൻഡിഡേറ്റ്. ഈ പറഞ്ഞതുപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത് കേന്ദ്രമാണ്, BJP ആണ് എന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തുമ്പോൾ ഒരു മറിച്ച് ഒരു ജനങ്ങളോട് വീണ്ടും അഭിസംബോധന ചെയ്യുക, വീണ്ടും ജനങ്ങളെ കൺവിൻസ് ചെയ്യുക, അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടോ? അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, ഇതൊക്കെ നമ്മൾ കടമയല്ലേ, നമ്മൾ ചെയ്യും. ഞാൻ അവിടെ എത്ര തവണ പോയിട്ടുണ്ട്. സൈക്ലോൺ ഓഖി വന്നപ്പോൾ ഞാനാണ് ഉമ്മൻചാണ്ടിയോടൊപ്പം പോയി ആ പൂന്തുറ പാരിഷ് ഹാളിൽ ഇരുന്നിട്ട് എൻ്റെ ഫോണിൽ നിന്നാണ് മന്ത്രിമാരെയും നേവിയും കോസ്റ്റ് ഗാർഡിനെയും ഒക്കെ വിളിച്ചിട്ട് നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. ആ കാലം മുതൽക്ക് ഡൽഹി പോയിട്ട് അവർ തന്ന നഷ്ടപരിഹാരം പോരാന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രിയും കൂടി കണ്ടിട്ട് കൂടുതലാക്കി സൈക്ലോൺ ഓഖിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തത് ഞാനായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ബന്ധമുണ്ട് തീരദേശത്തിൽ. അതിൻ്റെ ഒപ്പം ചില ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. ഒരു കാര്യം പറയട്ടെ, ഈ വിഴിഞ്ഞം തുറമുഖം വന്ന ശേഷം പലവർക്കും നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. അവർ ഭൂമി പോയിട്ടുണ്ട്, അവർ വീട് പോയിട്ടുണ്ട്, അവർ വരുമാനം പോയിട്ടുണ്ട് പറയുന്നവർ. ഞാൻ ആ സമയത്ത് തന്നെ 2016 കഥയാണ്, 15-16 ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ട്, ഉമ്മൻചാണ്ടിയെ കണ്ടിട്ട് ഒരു വലിയൊരു നഷ്ടപരിഹാരം പാക്കേജ് ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് പാസ് ചെയ്യിപ്പിച്ച് 475 കോടിയുടെ ഒരു നഷ്ടപരിഹാരം പാക്കേജ്. അതിലത്തെ അദ്ദേഹം ഒരു 100 കോടി ചിലവാക്കാൻ സാധിച്ചു ആൾക്കാരെ സഹായിക്കാൻ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ഇലക്ഷൻ തോറ്റു, നമ്മുടെ പാർട്ടി ഇലക്ഷൻ തോറ്റു. പിണറായി വിജയൻ്റെ പാർട്ടി ഭരണത്തിൽ വന്നു. അവർ ഈ വിഷയത്തിനെ ഉപേക്ഷിച്ചു. അവർ ഒരു കാര്യം ചെയ്തില്ല. ഈ മാറ്റിവെച്ച പൈസയും കൂടി വേറെ കാര്യത്തിൽ ഉപയോഗിച്ചിട്ട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് സഹായം നൽകിയില്ല. അതുകൊണ്ടാണ് ഇവർ ഈ സമരവും ആ വിഷയം അത് സംസ്ഥാന സർക്കാരിൻ്റെ കുറ്റമാണ്.